അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ മോഹൻലാൽ അഭിനയിച്ച അന്യഭാഷാ ചിത്രങ്ങളെക്കുറിച്ചാണ്. ഇപ്പോൾ നേരെ വീഡിയോയിലേക്ക്. അപ്പോൾ നമ്മൾ ആദ്യത്തെ മൂവി നോക്കുകയാണെങ്കിൽ ഇരുവർ എന്ന് പറയുന്ന ഒരു തമിഴ് മൂവിയാണ്. മോഹൻലാൽ ഈ ചിത്രത്തിൽ ഒരു നായക വേഷത്തിലായിരുന്നു എത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ അടുത്ത ചിത്രമാണ് മൈത്രി എന്ന് പറയുന്ന ചിത്രം. മോഹൻലാൽ അതുപോലെ തന്നെ പുനീത് രാജ്കുമാർ എന്നിവരൊക്കെ ആയിരുന്നു ഈ ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നു. 2015 ചിത്രം പുറത്തിറങ്ങിയ. അടുത്ത ചിത്രം നോക്കുകയാണെങ്കിൽ ജയിലർ എന്ന് പറയുന്ന ചിത്രമാണ്. രജനീകാന്ത് ആയിരുന്നു ഒരു ചിത്രത്തിൽ നായകനായിട്ട് വന്നിട്ടുള്ളത്. മോഹൻലാൽ ഒരു ഗസ്റ്റ് റോളിലായിട്ടാണ് ഈ ഒരു ചിത്രത്തിൽ വന്നിട്ടുള്ളത്. മോഹൻലാലും ശിവരാജ്കുമാറും പ്രധാനപ്പെട്ട ഗസ്റ്റ് റോളിലാണ് അവർ വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് അടുത്ത ചിത്രം നോക്കുകയാണെങ്കിൽ ടെസ്റ്റ് എന്ന് പറയുന്ന മൂവിയാണ്. ടെസ്റ്റ് എന്ന് പറയുന്ന ഈ ചിത്രത്തിൽ അജയ് ദേവഗനായിരുന്നു ഈ ഒരു ചിത്രത്തിൽ നായകനായി വന്നിട്ടുള്ളത്. മോഹൻലാൽ ഈ ചിത്രത്തിൽ ഒരു പോലീസ് ഓഫീസറുടെ വേഷത്തിലായിരുന്നു മോഹൻലാൽ വന്നിട്ടുള്ളത്. അപ്പോൾ അടുത്ത ചിത്രം നോക്കുകയാണെങ്കിൽ ജനതാ ഗ്യാരേജ് എന്ന് പറയുന്ന മൂവിയാണ്. ഈ ഒരു ചിത്രത്തിൽ ജൂനിയർ എൻ ടി ആർ ആയിരുന്നു നായകനായി വന്നിട്ടുള്ളത്. മോഹൻലാൽ ഒരു പ്രധാന വേഷത്തിൽ തന്നെ ഈ ഒരു ചിത്രത്തിൽ എത്തുകയുണ്ടായിരുന്നു. അതാണ് അടുത്ത ചിത്രം നോക്കുകയാണെങ്കിൽ കമ്പനി എന്ന് പറയുന്ന ചിത്രമാണ്. അജയ് ദേവഗൻ, മോഹൻലാൽ, മനീഷ കൊയ്രാള, വിവേക് ഒബ്റോയ് എന്നിവരൊക്കെ ആയിരുന്നു ഈ ചിത്രത്തിൽ പ്രധാന വേഷങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. 2002 ഈ മൂവി പുറത്തിറങ്ങിയത്. അടുത്ത ചിത്രം നോക്കുകയാണെങ്കിൽ ജില്ല എന്ന് പറയുന്ന മൂവിയാണ്. വിജയ് മോഹൻലാൽ എന്നിവരാണ് ചിത്രത്തിൽ പ്രധാന വേഷങ്ങളെ അവതരിപ്പിച്ചത്. അടുത്ത കാപ്പാൻ എന്ന് പറയുന്ന ചിത്രമാണ്. സൂര്യ ആയിരുന്നു ഈ ചിത്രത്തിൽ നായകനായിട്ട് വന്നിട്ടുള്ളത്. മോഹൻലാൽ ഈ ചിത്രത്തിൽ ഒരു പ്രധാന വേഷത്തിലെത്തുന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഇതിൽ കൂടുതൽ ചിത്രങ്ങൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. എനിക്ക് കൂടുതൽ അറിയില്ല, അതുകൊണ്ടാണ്. ഓക്കെ, ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.